إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പല ഖുതുബകളുടെയും തുടക്കത്തിൽ നമ്മൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ജുമുഅയുടെ സദസ്സിന്റെ മര്യാദ പാലിച്ച് ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും നേരിടാത്തവർ ആദ്യ സഫ് പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്ത സഫ് ഈ രൂപത്തിൽ മജ്ലിസിൽ സഫ് ക്രമീകരിച്ച് പൂർത്തിയാക്കിയിരിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. സഹോദരങ്ങളെ, നൈമിഷികമായി നമുക്ക് സംഭവിച്ചു പോകുന്ന തിന്മകൾ, അതിന് നാം കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. അത് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും നേരിടേണ്ടി വരുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് അതീവ ഗുരുതരമാണ്. തീരാ നഷ്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നവയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ, അവന്റെ കോപം, അവന്റെ അനിഷ്ടം ദുനിയാവിലും നാളെ ആഖിറത്തിലും അത് നമുക്ക് വരുത്തി വെക്കുമെന്നത് തീർച്ചയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ വാക്കുകളിലൂടെ, ചെറിയ ചില പദപ്രയോഗങ്ങളിലൂടെ, സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രയോഗങ്ങളിലൂടെ സംഭവിക്കുന്ന വലിയ തിന്മകളെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. ശിർക്ക് അതാകുന്നു ഏറ്റവും വലിയ തിന്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലായി ജീവിച്ചു മരിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ശിർക്ക് ഒഴിച്ചു നിർത്തിയാൽ, ശിർക്ക് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ചില നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ശിർക്കിനെ അപേക്ഷിച്ച് ദീനിൽ ഗൗരവം കുറഞ്ഞ തിന്മകൾ, അത് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിമിഷങ്ങൾ മാത്രമാണ്, അല്പം ചില സമയം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് നേരിടേണ്ടി വരുന്ന ശിക്ഷയും പ്രത്യാഘാതങ്ങളും ഗുരുതരമാണ്. അക്കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പത്രമാധ്യമങ്ങൾ ദിവസവും നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കൊലപാതകങ്ങൾ. സഹോദരങ്ങളെ, ഒരാളെ കൊല്ലുക, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നത് അത് ഗുരുതരമായ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലൂടെ നമ്മോട് പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരാണ് ഒരു മുഅ്മിനായ വ്യക്തിയെ മനഃപൂർവ്വം, അബദ്ധത്തിലല്ല, കൊന്നുകളയുന്നത്, വധിച്ചു കളയുന്നത്,
ഫജസാഉഹു ജഹന്നം, അവനുള്ള ശിക്ഷ കത്തിജ്വലിക്കുന്ന നരകമാണ്. ഖാലിദൻ ഫീഹ, അവനവിടെ ശാശ്വതനായിരിക്കും. വഗളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപം വ്യാപകമാകും. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കും. വഅദ്ദ ലഹു അദാബൻ അളീമ, നരകത്തിൽ അവന് ഗുരുതരമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഒരാളെ കൊന്നാൽ, ഒരു മുഅ്മിനായ വ്യക്തി അന്യായമായി കൊന്നാൽ അവന് ലഭിക്കുന്ന ശിക്ഷയുടെ തോത്, അതിന്റെ ഗൗരവം, അതിന്റെ തീവ്രത അല്ലാഹു അറിയിക്കുന്നത് എത്ര കനത്തിലാണ്. അല്ലാഹുവിന് നരകം ഒരുക്കി വച്ചിരിക്കുന്നു. ഒന്നാമതായി അവനവിടെ ശാശ്വതനാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ കോപം അവന് മേൽ ഉണ്ടാകും. മൂന്നാമതായി അല്ലാഹുവിനെ ശപിച്ചിരിക്കുന്നു. നാലാമതായി അല്ലാഹു ആഖിറത്തിൽ അവനെ കഠിനമായി ശിക്ഷിക്കുന്നു. അഞ്ചാമതായി സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, അന്യായമായി ഒരാളെ കൊന്നിട്ട് എന്ത് നേടാണ് മനുഷ്യന്മാർ? ഇവിടെ നൂറുകണക്കിന് ആളുകളെ, ലക്ഷോപലക്ഷം ആളുകളെ കൊന്ന് കൊലവിളിച്ച് ഇന്നും ആളുകൾ അരങ്ങുവാഴുകയാണ്. എവിടെ പോയി ഒളിച്ചാൽ, ഏതാകാശപ്പരപ്പിന് താഴെ, ഏത് ഭൂമിക്ക് മുകളിലാണ് അവർക്കാരാണ് തണൽ വിരിക്കാനുള്ളത്? അല്ലാഹുവിന്റെ ശാപമുണ്ടായാൽ, അവന്റെ കോപമുണ്ടായാൽ, അവൻ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ, അവനൊന്ന് വേരോടെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞാൽ ആരുണ്ടവരെ സഹായിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹ്ലസ് സമാഇ വൽ അർദ് ഇശ്തറകൂ ഫീ ദമിൻ മുഅ്മിൻ, ഒരു മുഅ്മിനായ വ്യക്തിയുടെ ചോര ചിന്താൻ, ഒരു മുഅ്മിനായ വ്യക്തിയുടെ ചോര ചിന്താൻ ആകാശത്തും ഭൂമിയിലുള്ളവരുമെല്ലാം ഒരുമിച്ച് കൂടിയെങ്കിൽ ലഅകബ്ബഹുമുല്ലാഹു ഫിന്നാർ, ആകാശത്തും ഭൂമിയിലുമുള്ള സർവരെയും ഒരൊറ്റ മുഅ്മിനിന്റെ രക്തം അവർ ചിന്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിന്റെ രോഷം നോക്കൂ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ രക്തം ചിന്തിയാൽ ആകാശഭൂമികളിലുള്ളവരെല്ലാം അതിൽ പങ്കാളിത്തം നേടിയാൽ അല്ലാഹു അവരെ മുഴുവൻ നരകത്തിലിട്ട് കരിച്ചു കളയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലസവാലു ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി റജുലിൻ മുസ്ലിം, ഒരു മുസ്ലിമായ വ്യക്തിയെ വധിക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിസാരം ഭൂമി മുഴുവൻ നീങ്ങിപ്പോകുന്നതാണ്, ഭൂമി മുഴുവൻ ഇല്ലാതായിത്തീരുന്നതാണ്. ഒരു മുഅ്മിനായ വ്യക്തിയെ ഇല്ലാതാക്കുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കരണീയമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മറ്റുള്ളവരെ കൊല്ലുകയാണെങ്കിൽ, ഞാൻ തന്നെ എന്നെ വധിക്കുകയാണെങ്കിലോ, ആത്മഹത്യ ചെയ്യുകയാണെങ്കിലോ, ഞാൻ എന്നെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണെങ്കിലോ, മടുത്തു, എനിക്ക് ജീവിക്കാൻ വയ്യ, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിൽ ഇനിയും ഉരുകിച്ചാറാകാൻ എനിക്ക് വയ്യ, സ്വയം കൊല്ലപ്പെടാൻ തീരുമാനിച്ചാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ, ആരാണോ സ്വയം കൊല്ലാൻ തീരുമാനിച്ചത്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്തെങ്കിലും രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ തത്തുല്യമായി അവനെ ശിക്ഷിക്കുന്നതാണ്. അവന് ജീവൻ നൽകും, അവൻ വധിക്കപ്പെടും, വീണ്ടും ജീവൻ നൽകും, വീണ്ടും വധിക്കപ്പെടും. ഇങ്ങനെ അവനെ ശിക്ഷിക്കപ്പെടുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് വെച്ചു നീട്ടിയ ജീവിതം, അവന് വഴിപ്പെടേണ്ട ജീവിതം, അവനെ അനുസരിച്ച് ജീവിക്കേണ്ടുന്ന നമ്മുടെ ആയുസ് നാം തന്നെ ഹനിച്ചു കളയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുപോലും നമ്മെ അനുവദിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരാളെ കൊല്ലേണ്ടതില്ല, ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ, അവന് നേരെ ആയുധം ചൂണ്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമായ സഹോദരന്റെ നേർക്ക് ഒരായുധം ഒരാൾ ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഅ, മലക്കുകൾ അവൻ അതിൽ നിന്ന് വിരമിക്കുവോളം അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. മലക്കുകൾ ആ പ്രവൃത്തിയിൽ നിന്ന് അവൻ വിടവാങ്ങുവോളം അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഒരു കത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധമോ ഒരു സഹോദരന്റെ നേർക്ക് നീട്ടിയാൽ അതിനിവിടെ ഇസ്ലാം അങ്ങനെ അവനെ ഭീഷണിപ്പെടുത്തുന്നതോ പേടിപ്പിക്കുന്നതോ വരെ അനുവദിച്ചിട്ടില്ല. വഇൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി, തന്റെ ഉമ്മക്കും ഉപ്പക്കും ഒത്ത സഹോദരനാണെങ്കിലും ശരി, തനിക്ക് തന്റെ ഉമ്മയിലും വാപ്പയിലും പിറന്ന ചോരയൊത്ത സഹോദരനാണെങ്കിലും ശരി, എന്റെ സഹോദരനോടല്ലേ ചൂണ്ടുന്നത്, നീ ആരാ ചോദിക്കാൻ, നീ ആരാണ് പറയാൻ, ആ ഭാഷ്യം വേണ്ടതില്ല. അവനാണെങ്കിലും ശരി,
അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിനോട് ഭീഷണിയുടെ സ്വരം പോലും ഒരു മുഅ്മിൻ നിർവഹിക്കാൻ പാടില്ല. മൻ ആദ വലിയൻ മിൻ ഔലിയാഇല്ലാ ഫഖദ് ആദനഹു അല്ലാഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനിനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അള്ളാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശത്രുവായി അള്ളാഹുവിനെ ഗണിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വ്യഭിചാരം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി മനോഹരമായ ഭംഗിവാചകങ്ങളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിയിടങ്ങളിലും തൊഴിൽ മേഖലകളിലും അതിനെ വ്യാപകവൽക്കരിക്കാൻ നമ്മുടെ ഭരണകൂടം അതിന് അനുമതി നൽകുകയാണ്. ലിംഗസമത്വം, ജെൻഡർ ന്യൂട്രാലിറ്റി, സ്വാതന്ത്ര്യം, പുരോഗമനം എന്ന പേരിൽ ആണിനെയും പെണ്ണിനെയും അവർക്ക് വേണ്ട വിധത്തിൽ സ്വകാര്യത പോലും അനുവദിക്കാത്ത രൂപത്തിൽ പരസ്യമായി അഴിഞ്ഞാടാൻ തുറന്നുവിടുകയാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരം അങ്ങോട്ടേക്ക് പുരോഗമിക്കുകയാണ്. വലിയ പുരോഗമനമാണ് പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചാരം എന്നത് സാക്ഷാൽ ലൈംഗികാവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരം മാത്രമല്ല, വൽ ഐനാനി തസ്നിയാൻ, നിങ്ങളുടെ കണ്ണുകൾ വ്യഭിചരിക്കും. എന്താണ് കണ്ണുകളുടെ വ്യഭിചാരം? നബറുഹു, ആ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരുവളെ കാണൽ നിന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. നിന്റെ കാത് വ്യഭിചരിക്കും. കേൾക്കാൻ പാടില്ലാത്തവരുടെ കേൾക്കൽ, ശൃംഗാരം കേൾക്കൽ നിന്റെ കാത് കൊണ്ടുള്ള വ്യഭിചാരമാണ്. കൈ കൊണ്ട് വ്യഭിചാരമുണ്ട്. അൽബത്ഷ്, അന്യ പെണ്ണിനെ നീ സ്പർശിക്കൽ, അന്യ പെണ്ണിനെ നീ ഹസ്തദാനം ചെയ്യൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യ സ്ത്രീ, തനിക്ക് വിവാഹബന്ധം ഹറാമാകാത്തവരായ അന്യ സ്ത്രീകൾ, അവർക്കൊരാൾ ഹസ്തദാനം നൽകിയാൽ അതിനേക്കാൾ അവൻ ഹൈറായിട്ടുള്ളത് ഇരുമ്പിന്റെ ഒരു സൂചി മുനമ്പ് കൊണ്ട് അവന്റെ ശിരസിൽ മൂർദാവിൽ കുത്തിയിറക്കലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ സ്ത്രീയെ സ്പർശിക്കൽ കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. ആഗ്രഹം ജനിച്ചുകൊണ്ട് അവളിലേക്ക് നടന്നെടുക്കൽ കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതിലൂടെ മനസ്സാഗ്രഹിക്കും, ഇച്ഛിക്കും, മോഹിക്കും, പൂതിവെക്കും. നിന്റെ സാക്ഷാൽ ലൈംഗികാവയവം അതിനെ സത്യപ്പെടുത്തും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു വ്യഭിചാരത്തെ വിലക്കിയ പ്രയോഗം അത്ഭുതമാണ്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, സമീപിക്കരുത്. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൈകൊണ്ടോ സ്പർശനം കൊണ്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതെത്ര മ്ലേച്ഛമായ വൃത്തിയാണ്, അതെത്ര മോശമായ മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. മഹാനായ ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഏതാണ് തിന്മകളിൽ ഏറ്റവും ഗുരുതരമായത്? അദ്ദേഹം പറഞ്ഞു, അശ്ശിർക്കു, ഒന്നാമതായി ശിർക്കാണ്. അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക. പ്രാർത്ഥനയാകട്ടെ, ബലിയാകട്ടെ, നേർച്ചയാകട്ടെ, സഹായത്തേട്ടമാകട്ടെ, ഭയമാകട്ടെ, പ്രതീക്ഷയാകട്ടെ, അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന ശിർക്കാണ് ഏറ്റവും കടുത്ത പാതകം. ശേഷം അദ്ദേഹം പറഞ്ഞു, അൽ ഖത്ൽ, ഒരാളെ അന്യായമായി കൊല്ലലാണ് രണ്ടാമതായി ഇസ്ലാമിലെ ഗുരുതരമായ തിന്മ. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, അസ്സിന, വ്യഭിചാരമാണ്. ശിർക്കിനും കൊലപാതകത്തിനും ശേഷം അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ എണ്ണിയ ഹദീസിൽ വന്നതാണ് ഈ പരാമർശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ശിർക്കിനും അതുപോലെ തന്നെ കൊലപാതകത്തിനും ശേഷം വ്യഭിചാരത്തെ എണ്ണുകയുണ്ടായി. സഹോദരങ്ങളെ, വ്യഭിചാരത്തിന് ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ, ഇസ്ലാമിക വിധി നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് ചിന്തിച്ചാൽ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. വ്യഭിചാരി അവൻ അവിവാഹിതനാണെങ്കിൽ അവനെ 100 അടി അടിക്കുകയും അവനെ 1 വർഷം നാട് കടത്തുകയും വേണം. അവിവാഹിതനാണെങ്കിൽ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. വ്യഭിചാരി അവൻ വിവാഹിതനാണെങ്കിൽ മരണം വരെ അവൻ എറിഞ്ഞു കൊല്ലണം. ഇതാണ് ഇസ്ലാമിലെ ഈ രംഗത്തെ ശിക്ഷാവിധി. സഹോദരങ്ങളെ, അത് തന്നെ ആ തിന്മയുടെ മോശത്തരത്തിന്റെയും ഗൗരവത്തിന്റെയും തീവ്രത നമ്മെ ബോധിപ്പിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം കണ്ണും കാതും ചിന്തയും കൈയും ശരീരവും വ്യഭിചാരത്തിന്റെ അംശങ്ങളിൽ നിന്ന് മുക്തമാകാത്തവൻ എങ്ങനെയാണ് തന്റെ വീട്ടിലെ സ്ത്രീകൾ, താൻ ചെലവിന് കൊടുക്കുന്ന പെൺമക്കൾ, സഹോദരിമാർ, ഭാര്യമാർ
അവർ ലൈംഗിക വിശുദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുക? എന്തർഹതയാണ് അവർക്കുള്ളത്? അവരുടെ ശരീരവും അവരുടെ മുഖസൗന്ദര്യവും അന്യപുരുഷന്റെ കണ്ണുകൾക്കും ചിന്തകൾക്കും ആസ്വദിക്കാൻ, വ്യഭിചരിക്കാൻ അനുവദിച്ചു കൊടുക്കുന്ന, അഴിഞ്ഞാടാൻ അനുവദിച്ചു കൊടുക്കുന്ന പുരുഷന്മാർക്ക്, രക്ഷാധികാരികൾക്ക് എങ്ങനെയാണ് തന്റെ വീട്ടിലെ സ്ത്രീകൾ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് ആശിക്കാനെങ്കിലും വകുപ്പുണ്ടാകുക? വൽഇയാദു ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗുരുതരമായി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു തിന്മ പലിശയാണ്. ആർക്കാണ് പലിശയുടെ ഗൗരവം അറിയാത്തത്? ഇസ്ലാമിൽ പലിശ ഹറാമാണെന്നറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, പലിശ 70-ൽ പരം ശാഖകളുണ്ട് പലിശക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത, അതിന്റെ ഗൗരവം ശിക്ഷയുടെ കനമനുസരിച്ച് അതിലേറ്റവും താഴ്ന്ന ശാഖ ഒരാൾ തന്റെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പലിശയുടെ ശാഖകളിൽ അതിനേക്കാൾ താഴ്ന്ന ശാഖയില്ല പോലും. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നവന് സമാനമായി പലിശയിലെ ഏറ്റവും താഴ്ന്ന തീവ്രത കുറഞ്ഞതിൽ ഏർപ്പെടുന്നവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ സാമ്പത്തിക രംഗമെന്നെടുത്ത് പുനഃപരിശോധന നടത്തുക. നമ്മുടെ ക്രയവിക്രയങ്ങൾ, നമ്മുടെ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ഇടപാടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. പലിശയുടെ അംശം തൊട്ട് തീണ്ടാത്തവർ എത്ര പേരുണ്ടാകും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഹറാമിന്റെ സമ്പാദ്യത്തിന്റെ ലാഞ്ചനയും കറയും പേറി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ, റബ്ബേ എന്ന് വിളിച്ചാൽ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് പലിശ സഹോദരങ്ങളെ, അതൊരു രൂപയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബ. പലിശ കൊണ്ട് നേടുന്ന ലാഭത്തെ അല്ലാഹു മായ്ച്ചു കളയും. എത്ര നീ സമ്പാദിച്ചാലും, പലിശ കൊണ്ട് നീ എത്ര ആസ്തി ഉണ്ടാക്കിയാലും നിനക്കതിൽ ബറക്കത്ത് ഉണ്ടാകുകയില്ല. എണ്ണം പറയാൻ, ആസ്തി അളക്കാൻ, അക്കൗണ്ടിന്റെ ബാലൻസ് കൂട്ടാൻ, വീമ്പിളക്കാൻ ഒരുപാടുണ്ടാകും അവകാശവാദങ്ങളാണ്. പക്ഷെ ബറക്കത്ത് എന്നുള്ള സാധനമുണ്ടല്ലോ, ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കി തരുന്ന ബറക്കത്ത്, മാസാവസാനം 10 രൂപ മാത്രമാണ് നിന്റെ അക്കൗണ്ടിൽ മിച്ചമെങ്കിലും അതിൽ നീ ആസ്വദിക്കുന്ന, കണ്ടെത്തുന്ന, മനസ്സംതൃപ്തിയാകുന്ന ബറക്കത്തുണ്ടല്ലോ, അത് പലിശയുടെ അംശം പേറുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. റബ്ബിന്റെ പ്രഖ്യാപനമാണ്, യംഹഖുല്ലാഹു റിബ. അല്ലാഹു പലിശ, അതിന്റെ ലാഭത്തെ മായ്ച്ചു കളയുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ പലിശ തിന്നുന്നവൻ, പലിശ തീറ്റിക്കുന്നവൻ, പലിശക്ക് കൊടുക്കുന്നവനും കൊടുക്കപ്പെടുന്നവനും, അതെഴുതുന്നവൻ, പലിശയുടെ കണക്കുകൾ, ഇടപാടുകൾ, ബാങ്കിൽ ജോലി ചെയ്യുന്നവരെ സൂക്ഷിക്കുക. പലിശ രേഖപ്പെടുത്തുന്നവർ, വശാഹിദൈഹി, അതിന് സാക്ഷി നിൽക്കുന്നവർ വരെ അള്ളാഹുവിന്റെ ശാപത്തിനിരയുള്ളവരാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. സഹോദരങ്ങളെ, കക്കുക എന്നുള്ളത്, മോഷണം നടത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ചെറുപ്രായത്തിലെ ഒരു ചെറിയ സാധനമാണെങ്കിലും റോഡിലൂടെ, വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ വീണ് കിട്ടുന്ന ഒരു മാങ്ങാ കഷ്ണമാണോ, അതല്ലെങ്കിൽ അന്യന്റെ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട രുചിയൂർന്ന, തേനൂർന്ന പഴവർഗ്ഗമാണോ, വഴിയരികിൽ നിന്ന് കിട്ടിയ കേവലം ചില നാണയത്തുട്ടുകളാണോ, കൂടെ പഠിക്കുന്ന തന്റെ സഹപാഠിയുടെ ഏതെങ്കിലും പഠനോപകരണങ്ങളാണോ, എന്താണെങ്കിലും കളവ് മുളയിലെ നമ്മുടെ മക്കളിൽ നിന്നുള്ളണം. തമാശയ്ക്ക് പോലും നമ്മെ അന്വേഷിച്ചു വരുന്ന സുഹൃത്തിനോട് വീട്ടിലില്ല, പിതാവ് പുറത്തുപോയി, വാപ്പ അവിടെ ഇല്ല എന്ന് കളവ് പറയിപ്പിക്കാൻ നമുക്ക് അർഹതയില്ല. കാരണം കളവ് എന്നത്, മോഷണം എന്നത് സകല തിന്മയുടെയും മാതാവാണ്. അത് സകല തിന്മയിലേക്കും അവസാന നരകത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുറ്റവാളി, തിന്മ ചെയ്യുന്നവൻ, തോന്നിവാസൻ, ദീനിലില്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്ന മുബ്തദി, പുത്തനാചാരക്കാരൻ, ഇവർക്ക് അഭയം നൽകുന്നവൻ, അവരെ ന്യായീകരിക്കുന്നവൻ, അവരെ സംരക്ഷിക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് ലഅനഹുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അന്യായത്തിന് കൂട്ടുനിൽക്കുന്നവരാകരുത്, തിന്മകൾക്ക് മൗനം സമ്മതമായി നൽകുന്നവരാകരുത് നാം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അന്യായമായ എന്തെങ്കിലും നേട്ടം ലഭിക്കാൻ വേണ്ടി കൈക്കൂലി നൽകുന്നവർ, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി അർഹതയില്ലാത്തത് നേടാൻ അവർക്ക് കൈക്കൂലി വെച്ച് വിളമ്പുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാശി വൽ മുർതശി ലഅനഹുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കൈക്കൂലി കൊടുത്തവനും കൊടുക്കപ്പെട്ടവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ശാപത്തിന് പ്രാർത്ഥിച്ചു. അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു നേരത്തെ ലഹരിക്ക് വേണ്ടി, ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി, ഈ ഐഹിക ജീവിതത്തിലെ പ്രയാസങ്ങൾ അതൊന്നും മറക്കാൻ വേണ്ടി, ഇവിടുത്തെ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരൽപ്പം, ഒരു ഡ്രോപ്പ് മദ്യം നീ നുണഞ്ഞാൽ, മദ്യമെന്നല്ല ലഹരി ഉണ്ടാക്കുന്ന എന്തും, അത് പുകയാകട്ടെ, അതല്ലെങ്കിൽ പൊടിയാകട്ടെ, പാനീയമാകട്ടെ, എന്തുമാകട്ടെ, നീ അത് ആസ്വദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം തുഖ്ബൽ മിൻഹു സ്വലാത്തു 40 യൗമൻ, 40 ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. മദ്യപാനിയുടെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഒരു തവണ നുണഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗത്തിൽ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെള്ളയുള്ള ആ മഹത്തായ സ്വർഗീയ മദ്യം അവൻ ആസ്വദിക്കാൻ, കുടിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറിച്ച് അവന് കുടിക്കാൻ നൽകപ്പെടുന്ന പാനീയം എന്താണ്? ഖിയാമത്ത് നാളിൽ നരകത്തിൽ നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും നീരും ദുർഗന്ധവും വമിക്കുന്ന ആ പാനീയം, അസഹനീയമായ പാനീയം അവനെ കുടിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ നിഅമത്താണ്. ഉടുക്കാൻ അന്യന്റെ മുമ്പിൽ ആശ്രയിക്കാതെ, നാണം മറക്കാൻ, മേനി മറക്കാൻ നമുക്ക് അല്ലാഹു വസ്ത്രത്തിനൊരു കുറവ് വരുത്തിയില്ല. മുസ്ലിമീങ്ങൾ വസ്ത്രധാരണത്തിലെ ഇസ്ലാമിക മാനം പഠിക്കേണ്ടവരാണ്, അത് പാലിക്കേണ്ടവരാണ്. മുസ്ലിം മുസ്ലിമായി വസ്ത്രം ധരിക്കേണ്ടവനാണ്, മുസ്ലിം കാഫിറിന്റെ വസ്ത്രം ധരിക്കേണ്ടവനല്ല. ശപിക്കപ്പെട്ട യഹൂദ നസാറാക്കളുടെ വേഷവിധാനങ്ങൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ജീവിതത്തിൽ അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്ന് സലാം പറയുന്ന സമയത്ത് ഒരപരിചിതനെ കണ്ട് അവന്റെ DNA ടെസ്റ്റ് നടത്തേണ്ട അവസ്ഥയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കാരണം മുസ്ലിമിന്റെ ചേലും കോലവുമില്ല. എങ്ങനെ സലാം പറയും? സലാം പറയണമെങ്കിൽ ചോദിക്കേണ്ടി വരുന്ന ഗതികേടാണ്, നീ മുസ്ലിമാണോ അതല്ല കാഫിറാണോ എന്ന്. കാഫിറിനോട് സലാം പറയാൻ നിർവാഹമില്ലല്ലോ. എന്തുകൊണ്ട്? കാഫിറിന്റെയും മുസ്ലിമിന്റെയും ചേലും കോലവും ഒരുപോലെയായിരിക്കുന്നു. നമുക്ക് നമ്മുടെ സംസ്കാരവും വേഷവിധാനവും അതങ്ങേയറ്റം ജീവിതത്തിൽ പകർത്താൻ എന്തൊരു മടിയാണ്. മറ്റു സമുദായങ്ങൾക്ക് അതില്ല. നിങ്ങൾ പരിശോധിക്കൂ. അവരവരുടെ വേഷവിധാനവും സംസ്കാരവും അച്ചേലിക്കവർ പ്രകടിപ്പിക്കുന്നു, അവരത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നു. നമ്മൾ അങ്ങോട്ടാണ് ചായുന്നത്, അവരൊരിക്കലും ഇങ്ങോട്ട് ചായുന്നില്ല. നമ്മളാണ് അങ്ങോട്ടേക്ക് മാറുന്നത്. എന്നിട്ട് നമുക്കൊരു അപകർഷതാബോധവും അഭിമാനക്കേടും. മുസ്ലിം ഇസ്ലാമിക വസ്ത്രധാരണം പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളോട് സംസാരിക്കുകയില്ല. അവരിലേക്ക് കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും നോക്കുകയില്ല. അവരെ സംസ്കരിച്ച് സ്വർഗപ്രവേശത്തിന് അർഹരാക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയവൻ അൽ മുസ്ബിൽ. എന്താണ് അൽ മുസ്ബിൽ എന്ന് പറഞ്ഞാൽ? ഞെരിയാണിക്ക് താഴെ വസ്ത്രമൊടുക്കുന്ന പുരുഷൻ. ഒരു മുസ്ലിം പുരുഷന്റെ വസ്ത്രധാരണത്തിന്റെ താഴ്ന്ന പരിധി ഞെരിയാണിക്ക് മുകളിൽ വരെയാണ്. ഞെരിയാണിക്ക് താഴെ വീണു പോകുന്ന പുരുഷന്റെ വസ്ത്രം പിന്നാർ നരകത്തിലാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നരകത്തിലാണെന്ന്. അങ്ങനെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചുടുക്കുന്നവൻ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ നോക്കുകയില്ല, അവനോട് മിണ്ടുകയില്ല, അവനെ സംസ്കരിക്കുകയില്ല. സ്വർഗപ്രവേശം അവന് തടയപ്പെടും, അവന് വേദനയേറിയ ശിക്ഷയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകൾ അവർ മാന്യമായി വസ്ത്രം ധരിക്കണം. ഇസ്ലാമിന്റെ ഹിജാബിൽ അവൾ സംരക്ഷിക്കപ്പെടണം. അവളുടെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവമായ മുഖം പോലും കാമക്കണ്ണുകൾക്ക് നയനസുഖത്തിന് വേണ്ടി തുറന്നിടാൻ അന്യരുടെ മുമ്പിൽ അവൾക്ക് അനുവാദമില്ല എന്നതാണ് ഇസ്ലാമിന്റെ ശരിയായ ഭാഷ്യം. ഖുർആനും സുന്നത്തും കൊണ്ട് തെളിവുകൾ നിരത്തി പറയാൻ സാധിക്കുന്ന ശരിയായ തത്വം അതാണ്. സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ, ഞാൻ കൂടുതൽ ആ വിഷയത്തിൽ വാചാലനാകുന്നില്ല, അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രകടഭാവമായ മുഖം പോലും തുറന്നിടാൻ അവൾക്ക് അനുവാദമില്ല ഇസ്ലാമിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുബ്ദീന സീനതഹുന്ന, അവളുടെ ഭംഗിയെ, അലങ്കാരത്തെ, സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഖുർആനിന്റെ നിരുപാധികമായ പരാമർശം.
മുഖം ഭംഗിയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? മുഖം ഒരു സ്ത്രീയുടെ സൗന്ദര്യമല്ല എന്ന് പറയാൻ സ്ത്രീയോ പുരുഷനോ വെമ്പുമോ? ഒരു സ്ത്രീയുടെ മുഖ സൗന്ദര്യം കണ്ടാൽ പുരുഷ നിന്റെ മനസ്സിൽ ഇക്കിളിപ്പെടുകയില്ല എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? ഒരു സ്ത്രീയുടെ മുഖം നിന്നിൽ ആകർഷിക്കപ്പെടില്ല എന്ന് പുരുഷ നിനക്ക് പറയാൻ സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് അത് തുറന്നിടാൻ? നമ്മുടെ സ്ത്രീകളുടെ മുഖം കണ്ട് അന്യർക്ക് ആസ്വദിക്കാൻ, അവർ അത് അനുഭവിക്കുന്നത് കാണാൻ നമുക്ക് സഹിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം സമ്പൂർണമായ ദീനാണ്. വസ്ത്ര, പെരുമാറ്റ, സ്വഭാവ, മര്യാദ രംഗത്ത്, കച്ചവടവും സാമ്പത്തികവുമായ ക്രയവിക്രയങ്ങളിൽ, ആരാധനാ കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ എവിടെയാണ് ഇസ്ലാമിന് കൃത്യമായ മാർഗദർശനമില്ലാത്തത്? മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ കൈവിടുന്നിടത്താണ് നമുക്ക് നഷ്ടം. ഇസ്ലാമിനൊരു നഷ്ടവുമില്ല. ഇസ്ലാം അത് ഉയർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കും. ആ വടവൃക്ഷത്തിന് താഴെ അണിനിരക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിന്റെ സഹായം ദീനിലും ദുനിയാവിലും നമുക്ക് സമീപസ്ഥമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ യഗ്ഫിർ ലക്കും വഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രീകരണം അത് വിലക്കി. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം കൈകൊണ്ട് നിർമ്മിക്കുകയോ വരക്കുകയോ ആധുനികമായ ഉപകരണങ്ങളിലൂടെ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അതിനെ ചിത്രീകരിക്കുകയോ ചെയ്യുന്നതെല്ലാം വ്യാപകമായി ഇത്തരത്തിലുള്ള ഹദീസുകളുടെ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം രംഗങ്ങൾ ഉപയോഗിക്കേണ്ടത്. തിന്മയേക്കാൾ നന്മയാണ് കൂടുതൽ സംഭവിക്കുക എന്നുറപ്പുള്ള രംഗങ്ങളിൽ മാത്രമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സമ്മതമുള്ളത്, അനുവാദമുള്ളത്. കാരണം ഈ വിഷയത്തിൽ വന്ന ഹദീസുകളുടെ ഗൗരവം അങ്ങനെയാണ്. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രീകരണം നടത്തുന്നവരെല്ലാവരും നരകത്തിലാണ്. അവിടെ ആധുനികവും പഴയതുമായ എല്ലാ സംവിധാനവും പെട്ടു. എല്ലാ ചിത്രകാരന്മാരും, അത് വരക്കുന്നവരാകട്ടെ, നിർമ്മിക്കുന്നവരാകട്ടെ, മിഷനറീസ് ഉപയോഗിച്ച് പടയ്ക്കുന്നവരാകട്ടെ, എല്ലാവരും അതിൽ പെട്ടു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ലഅനല്ലാഹുൽ മുസവ്വിർ, ജീവനുള്ള വസ്തുക്കളെ ചിത്രീകരിക്കുന്നവൻ അല്ലാഹു ശപിക്കട്ടെ. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവർ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രീകരണം നടത്തുന്നവരാണ്. സഹോദരങ്ങളെ, ഈ രംഗത്ത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ആരുടെ കയ്യിലും സ്മാർട്ട് ഫോണാണ്. ചെറിയ കുട്ടികൾക്ക് വരെ സമ്മാനമായി നമ്മൾ സ്മാർട്ട് ഫോൺ പകുത്തു നൽകുന്നു. സെൽഫി ക്യാമറകളുടെ യുഗമാണ്. ദിനം പ്രതി തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്റ്റാറ്റസായും പ്രൊഫൈലായും നമ്മളിങ്ങനെ മാറി മാറി സെൽഫികൾ ഇടുകയാണ്. തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും വരെ, തന്റെ വീട്ടിലെ സ്ത്രീകളുടെ മേനി സൗന്ദര്യം വരെ മാലോകർക്ക് മുമ്പിൽ ഈ ക്യാമറ ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപത്തിന്, അവന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ്. അപ്പോൾ ചോദ്യം, നമ്മുടെ നാട്ടിൽ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ, പാസ്പോർട്ട് എടുക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനങ്ങളിൽ ഫോട്ടോ ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. അനുവാദമുണ്ട്, അത് നമുക്കുള്ള ഇളവാണ്. അത് വ്യാപകവൽക്കരിക്കാനുള്ള സമ്മതമല്ല. നമുക്കതില്ലെങ്കിൽ ഇവിടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത് കാരണമായി തീരും, അതല്ലെങ്കിൽ ചോദ്യചിഹ്നമാകും എന്ന ഘട്ടത്തിൽ നമുക്ക് അനുവാദമുണ്ട്. അതുപോലെ തന്നെ ദീൻ പ്രചരിപ്പിക്കുന്ന രംഗത്ത് ഉലമാക്കൾ ദീൻ പ്രചരിപ്പിക്കുന്നത് എന്ന മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ പ്രബോധന മേഖലകളിൽ ഉപയോഗിക്കാൻ പണ്ഡിതന്മാർ ആദ്യകാലത്ത് വിലക്കിയിട്ടുണ്ടെങ്കിലും ഇക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അത് സമ്മതം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക.
കുട്ടികൾ മുണ്ടുമ്പോ സെൽഫി എടുത്ത് ഫോണിൽ സൂക്ഷിക്കുകയും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും നമ്മൾ വരെ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ചിരിച്ചും കളിച്ചും അതല്ലെങ്കിൽ പല്ലൊളിച്ചും നമ്മെക്കൊണ്ട് അഭിമാനപുളകിതരായി അങ്ങനെ ഫോട്ടോ എടുത്ത് അതല്ലെങ്കിൽ ചിത്രീകരിച്ചു വിടുന്ന സമ്പ്രദായം അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളുടെ ധാർമ്മികതയും അവരുടെ സ്വത്വവും നശിപ്പിക്കാൻ ശത്രുക്കൾ മനഞ്ഞുണ്ടാക്കിയ സമ്പ്രദായമാണ്. ഈ സെൽഫി യുഗത്തിൽ നമ്മളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം ഒരു മനുഷ്യനെ, സഹജീവികളെ, അവർക്ക് നേരിടുന്ന പ്രയാസങ്ങളെ അവരെ ഉപദ്രവിക്കുന്നതിൽ വലിയ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിനെ പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീ, അതിനെ പീഡിപ്പിച്ച സ്ത്രീ, അവൾക്ക് നരകമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഓർമ്മിപ്പിച്ചു, ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗം നൽകപ്പെട്ടു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പച്ചക്കരലുള്ള ഏത് ജീവിയോടും കാരുണ്യം കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ മക്കളിൽ ചിലർക്ക് ചില ഹോബിയുണ്ട്. ജീവനുള്ള സാധനങ്ങളെ പിടിച്ച് പുൽച്ചാടിയാകട്ടെ, ചെറിയ തുമ്പിയാകട്ടെ, അതല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളാകട്ടെ കല്ലെറിഞ്ഞോടിക്കുക, അവയെ വെറുതെ പിടിച്ചു കൊല്ലുക. അനുവാദമില്ല ഇസ്ലാമിൽ. നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത്. അള്ളാഹു നൽകിയ ജീവൻ അതെത്ര ചെറിയ ജീവിയാണെങ്കിലും, ഒരു ഉറുമ്പാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യായം അതിനെ ഹനിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. കാരുണ്യത്തിന്റെ ദീനാണ് നമ്മുടെ ദീൻ. സ്വർണ്ണമോതിരം ധരിക്കുക എന്നത് പുരുഷന്മാർ അവർ നരകത്തിൽ നിന്നൊരു തീക്കനൽ ധരിക്കുന്നതിന് സമാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഇബാദത്തുകൾക്കിടയിൽ നമുക്ക് വരുന്ന അശ്രദ്ധയിൽ സംഭവിക്കുന്ന തിന്മകൾ, ഉദാഹരണത്തിന് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത്, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ അവൻ വെച്ച മറക്കപ്പുറത്തുകൂടെ നടക്കുക, അതല്ലെങ്കിൽ മറയെ ഗൗനിക്കാതെ നടക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഗൗരവം ഒരാളെങ്കിലും അറിയുമായിരുന്നുവെങ്കിൽ, ആരെങ്കിലും അതിന്റെ ഗൗരവം അറിയുമായിരുന്നുവെങ്കിൽ 40 എന്നാണ് ഹദീസിൽ വന്നത്. 40 ദിവസമാകാം, 40 മണിക്കൂറാകാം, 40 വർഷമാകാം, 40 മാസമാകാം. അത്രയും നേരം അവൻ അവിടെ കാത്തു നിന്നുകൊണ്ട് അയാളുടെ നിസ്കാരത്തിൽ വിരമിക്കാൻ ക്ഷമിച്ചു നിൽക്കുമായിരുന്നു. നമുക്ക് ക്ഷമയില്ല. നിസ്കരിക്കുന്നവൻ നിസ്കരിക്കട്ടെ, നമ്മൾ മുൻപിലൂടെ നടക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. ഒരാൾ നിസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുകയും അവൻ ഇമാമിനേക്കാൾ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവന്റെ തല കഴുതയുടെ തലയായി പരിണമിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവന്റെ രൂപം കഴുതയുടെ രൂപമായി രൂപമാറ്റം ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസ്. ചില കാരണവന്മാരുടെ നിസ്കാരം കാണാം. ഇമാമ് ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ചെറിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സൂറത്ത് അവസാനിക്കുന്നതിന് 1-2 ആയത്തുകൾക്ക് മുമ്പ് അറിയാം സൂറത്ത് അവസാനിക്കാൻ പോകണം. അപ്പൊ തന്നെ കാക്ക കൈയഴിച്ചിടും. ഇമാം ഓതി തീർന്നിട്ടുണ്ടാവില്ല, അപ്പോഴത്തേക്ക് കൈയഴിച്ചിടും. റുക്കൂ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് മൂപ്പര് സുജൂദിൽ എത്തിയിട്ടുണ്ടാകും. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനേക്കാൾ മുൻപ് ഒന്നിലും നമ്മൾ മുൻകടക്കാൻ പാടില്ല. മുൻകടക്കുകയാണെങ്കിൽ അതിന്റെ ഗൗരവത്തെ പറ്റിയാണ് ഈ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കരുത്, നിങ്ങളുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. നിസ്കരിക്കുമ്പോൾ അപ്പുറത്തോളം നോക്കി, ഇപ്പുറത്തോളം നോക്കി, ഇടം കണ്ടിട്ട് നോക്കി, കോങ്കണ്ണിട്ട് നോക്കി. എന്തിനാണ് ഈ കാപട്യം? അള്ളാന്റെ മുമ്പിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന തിന്മകൾ എമ്പാടുമുണ്ട് സഹോദരങ്ങളെ. ഇതുമാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ മിമ്പറിലെ സമയം അത് പരിമിതമാണ്, മതിയാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ സകല തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ നീ അത് ഒഴിവാക്കുക. വലുതും ചെറുതുമായ തിന്മകൾ ഒഴിവാക്കുക. അതാണ് തഖ്വ. ഒരു മുള്ളുള്ള മലമ്പാതയിലൂടെ നീ നടന്നു നീങ്ങുമ്പോൾ കാണുന്നതെല്ലാം വകഞ്ഞു മാറ്റി ശ്രദ്ധിച്ച് നീ നടക്കും. അതുപോലെ നീ ജീവിക്കുക. ലാ തഹ്തിറന്ന സഗീറതൻ, ഒരു ചെറിയ തിന്മയെ പോലും നീ നിസാരമായി കാണരുത്. ഫഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം വലിയ വലിയ പർവ്വതങ്ങൾ ചെറിയ
ചരൽ കല്ലുകളുടെ സമാഹാരമാണ് എന്ന് നീ ഓർക്കുക. തിന്മകളെ നിസാരമാക്കാതിരിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.